ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ തുറന്നുകാട്ടി സംസ്കാര സാഹിതിയുടെ കള്ളനും കപ്പിത്താനും തെരുവു നാടകജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ ഉജ്ജ്വല തുടക്കം. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ജില്ലാതല പര്യടനം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളും അഴിമതികളും ആക്ഷേപഹാസ്യത്തിലൂടെ ജനങ്ങളിലെത്തിക്കുകയാണ് ഈ കലാജാഥയുടെ ലക്ഷ്യമെന്ന് സംസ്കാര സാഹിതി അറിയിച്ചു. കാസർഗോഡ് നിന്നും ആരംഭിച്ച പുതുയുഗ യാത്രയോടൊപ്പം ഇവിടെ ഓരോ മേഖലയിലും പല ദിവസം പര്യടനം നടത്തി ഈ ജാഥ UDFന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടാണ് ജാഥ വടക്കാഞ്ചേരിയിൽ എത്തിയിരിക്കുന്നത്. ഈ ജാഥ ഇന്നും നാളെയുമായി തൃശ്ശൂരിലെ 13 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തി UDFന്റെ ജനങ്ങളോടുള്ള വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ കാഴ്ചപ്പാടുകൾ, ഇടതുമുന്നണിയുടെ ജനവിരുദ്ധ നയങ്ങൾ, സാമ്പത്തികമായ അരാജകത്വം, സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, സ്ത്രീ സുരക്ഷ നേരിടുന്ന ഭീഷണികൾ, കേരളത്തിലെ ട്രഷറിയുടെ സ്ഥിതിവിശേഷം, കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ, ആരോഗ്യരംഗത്ത് ഡോക്ടർമാർ മുഴുവൻ ഇന്ന് സമരത്തിലാണ് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതുപോലെ ശബരിമലയിലെ അയ്യപ്പ സംഗമവുമായി നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ അഴിമതി, എല്ലാ മേഖലയിലും അഴിമതിയും സ്വജനപക്ഷപാതവും നടപാടുന്ന സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായാണ് CR മഹേഷ് നേതൃത്വം കൊടുക്കുന്ന സംസ്കാര KPCC സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ജാഥ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്കാര സാഹിതി സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന കലാജാഥയുടെ പതാക KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ജാഥ ക്യാപ്റ്റൻ സത്താർ ആദൂറിന് കൈമാറിക്കൊണ്ടാണ് പര്യടനത്തിന് തുടക്കമിട്ടത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ പ്രചരണാർത്ഥമാണ് കലാജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ CR മഹേഷ് MLA യുടെ ആശയത്തിൽ ഒരുങ്ങിയ നാടകം പ്രദീപ് പയ്യന്നൂരാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അനിൽ സമ്രാട്ട് മാനേജറായുള്ള ജാഥ ഫെബ്രുവരി 17, 18 തീയതികളിലായി ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ ആനന്ദ് അടാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു, DCC ജനറൽ സെക്രട്ടറിമാരായ K അജിത് കുമാർ, NR സതീശൻ, ജിജോ കുര്യൻ, PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കുമാർ, ശശികുമാർ കൊടക്കാടത്ത്, ഉണ്ണി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തിരക്കിലാണ്. ഇത് വല്ല തൊന്തരമായിരുന്നു. ഹലോ, കോട്ടപ്പള്ളിയല്ലേ? എന്തിന് മനസ്സിലായില്ലെന്നാ? ഞാൻ വഴുതക്കാട് ചായക്കട നടത്തുന്ന ഉത്തമൻ. ഇത് കോട്ടപ്പള്ളിയല്ലേ? കണ്ണൂരിലെ കോട്ടപ്പള്ളി തന്നെ അല്ലേന്ന്? എന്തിനപ്പി നിങ്ങൾ ഇത് കാണിക്കരുത്? ഇവിടെ ചായകൾ കൊടുക്കുമ്പോ കൊടുക്കാനായിട്ട് കരികളില്ല. ഞാൻ ഓർഡർ ചെയ്തേക്കാതെ 4 കൊട്ട അപ്പം, കാലത്ത് 7 മണിക്ക് 2 കൊട്ട അപ്പങ്ങളും തന്നെ ചെല്ലേ. നിങ്ങൾ കണ്ണൂർക്ക് പോയി സമയങ്ങളിൽ ഇപ്പൊ 7:47, ബാക്കി 2 കൊട്ട അപ്പങ്ങൾ എവിടെ? ചുമ്മാ ആളുകളായിട്ട് മണ്ടങ്ങാപ്പലാക്കരുത്. കണ്ണൂർക്ക് പപ്പടാവന്റെ മണ്ണിലേക്ക് വണ്ടികളെ ഓടിയെത്താനുള്ള ടൈമാണ് കേവലം 20 മിനിറ്റ്. എന്റെ മുടിപ്പൊരു അമ്മച്ചി പറഞ്ഞു നടക്കകത്തേക്ക് ഇട്ടില്ല. ഒരു 2 കൊട്ട അപ്പോ. മണ്ണിൽ നിന്നുയർന്നു വന്ന പടുമരം, ചോര വീണ മണ്ണിൽ നിന്നു പൊങ്ങി വന്ന പണമരം. നോക്കുവിൻ സഖാക്കളെ, ഇല കൊഴിഞ്ഞൊരീ മരം, ഇനി ഇതത്ര കാലമെന്നു കണ്ടു തന്നെ അറിയണം.